ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോ 24 ദിനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. 23-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ശുഭകരമായ റിപ്പോർട്ടുകൾ തന്നെ വരുന്നു. ഇന്ന് ഞായറാഴ്ച മികച്ച രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് കേരളത്തിനകത്തും പുറത്തും കാണാൻ കഴിയുന്നു. ബാക്കിയുള്ള റിലീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ സിനിമയുടെ തിയേറ്റർ കൗണ്ടുകളും ഷോ കൗണ്ടുകളും വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാം. എന്താണെങ്കിലും അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സിനിമ 100 കോടിയും കഴിഞ്ഞ് 110 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുന്ന ഈ ഒരു വേളയിൽ ഈ ഒരു ഞായറാഴ്ചയും മികച്ചു തന്നെ നിൽക്കുന്നു. ഇന്നലെ ശനിയാഴ്ചയും സിനിമയ്ക്ക് മികച്ച ദിനം തന്നെയായിരുന്നു. കേരളത്തിൽ 273 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടതെങ്കിൽ 16% ഒക്യുപ്പൻസിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. 25 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ശനിയാഴ്ച വന്നത്. ഇന്ന് ഞായറാഴ്ച സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്ന ഇതിനോടകം തന്നെ 9 ലക്ഷം രൂപയാണ്. അതായത് ഇന്ന് സിനിമയ്ക്ക് 27 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാകുമെന്നുള്ളത്. അതായത് 2 ദിവസം കൊണ്ട് കേരള കളക്ഷൻ മാത്രം 50 ലക്ഷം രൂപയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന നമുക്ക് നോർത്ത് ഇന്ത്യ അതേപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്നലത്തെ കളക്ഷൻ നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 40 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഹിന്ദി വെർഷനായിട്ട് മാത്രമായിട്ട് വന്നിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ തമിഴിൽ മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. 3 ലക്ഷം രൂപ എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. അതായത് ഇന്നലെയും സിനിമ 70 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പോയിരുന്നത്. ഇപ്പോഴും സിനിമ നോർത്ത് ഇന്ത്യയിൽ 1200ഓളം ഷോകളുണ്ട് എന്നുള്ളത് ഉണ്ണി മുകുന്ദൻ തന്നെ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്ററിലൂടെ പുറത്ത് വിട്ടിട്ടും ഉണ്ട്. കാരണം ഈ ഒരു സിനിമ മികച്ച രീതിയിൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഡെയിലി കോടികൾ കിട്ടും എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു മലയാള സിനിമയാണ്. പക്ഷേ നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതുതന്നെയാണ്. സ്റ്റഡി ആയിട്ട് സിനിമയ്ക്ക് ഇത്ര ദിവസങ്ങൾ കഴിയുമ്പോഴും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ പല വാർത്തകളിലും ഇടം പിടിക്കുന്നു. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ സ്ക്രീനുകളിലേക്ക് എത്താനുള്ള ചാൻസുകളും കാണുന്നു. ഡേ 1 to 30 സ്ക്രീൻസ് പ്രസൻറ്റ് ഡേ എന്ന് പറയുന്ന 450 മുകളിലുള്ള സ്ക്രീനുകളിലും 1200 മുകളിലുള്ള ഷോകളുമാണ് മാർക്കോയ്ക്കുള്ളത്. എന്തായാലും ഈ ഒരു ഞായറാഴ്ചയും മാർക്കോ തകർത്ത് മുന്നോട്ട് പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.